ഇന്ത്യ മുഴുവനുമുള്ള സിനിമാ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2 ദ റൂൾ. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് പുഷ്പ 2 ദ റൂൾ. അല്ലു അർജുൻ, രശ്മിക മന്ദാന, സുനിൽ, ഫഹദ് ഫാസിൽ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളിലിറങ്ങിയ പുഷ്പ ദ റൈസ് 365 കോടി രൂപയായിരുന്നു വേൾഡ് വൈഡായി നേടിയത്. 200 കോടിയായിരുന്നു ഇതിന്റെ ബജറ്റ്. ഇത്രയും വർഷങ്ങളായി പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. കാത്തിരിപ്പിന് അവസാനമിട്ടുകൊണ്ട് ഡിസംബർ 5 വമ്പൻ റിലീസിന് ഒരുങ്ങുകയാണ് പുഷ്പ 2 ദ റൂൾ. സിനിമയുടേതായി നേരത്തെ ഇറങ്ങിയ പാട്ടുകളും ടീസറും ട്രെയിലറുമെല്ലാം വലിയ ഹിറ്റുകളായി മാറിയിരുന്നു. ഏകദേശം 400 കോടി രൂപയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഒരു ദൃശ്യവിസ്മയം തന്നെയായിരിക്കും പുഷ്പ 2 എന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നവംബർ 30 മുതലായിരുന്നു സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. അന്നുമുതൽ ഇന്നുവരെ ഏകദേശം 8 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റത്. ഈ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഏകദേശം 50 കോടി രൂപയോളമാണ് പുഷ്പ 2 നേടിയത് എന്നാണ് പുതിയതായി പുറത്തുവരുന്ന വിവരം. ഈ കണക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഇനിയും ഉയർന്നാൽ ഏകദേശം 250 കോടി രൂപയെങ്കിലും പുഷ്പ 2വിന് ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞേക്കും. ചിത്രത്തിന്റെ അമേരിക്കൻ വിതരണക്കാരാണ് പ്രത്യാങ്കിര സിനിമാസ്. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചു സിനിമ പ്രീസെയിൽസിൽ നിന്ന് 16,93 ലക്ഷം രൂപ നേടി. അമേരിക്കയിൽ ഇതുവരെ 65,000 ടിക്കറ്റുകളാണ് വിറ്റത്. അല്ലു അർജുന്റെ ടൈറ്റിൽ കഥാപാത്രവും ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ ബൻവർ സിംഗ് ഷെഖാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് രണ്ടാം ഭാഗത്തിൽ. സുകുമാറാണ് പുഷ്പ 2 ദി റൂളിന്റെ സംവിധായകൻ. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനേനിയും വൈ രവിശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നേരത്തെ ഇറങ്ങിയ ട്രെയിലറിലെ പുഷ്പ എന്നാൽ നാഷണൽ അല്ല ഇന്റർനാഷണലാണ്, പുഷ്പ എന്നാൽ ഫയർ അല്ല വൈൽഡ് ഫയർ തുടങ്ങിയ ഡയലോഗുകൾ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു.